കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി പ്രവർത്തിച്ച ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് ധർമ്മടം. ആ മണ്ഡലത്തിനകത്ത് എന്താണ് കൃത്യമായ ഒരു വികസനം എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിനൊരു മറുപടിയില്ല. ധർമ്മടം എന്ന് പറയുന്നത് പിണറായി, അഞ്ചരക്കണ്ടി, അതുപോലെ മമ്പറം ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം ചെറുകിട ഒരു ടൗണായി മാത്രം നിലനിൽക്കുന്ന ഇന്നും അത് 10 വർഷങ്ങൾക്ക് മുൻപ് എന്താണോ അത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഒരു പ്രദേശത്തെ ഒരു മണ്ഡലത്തിലെ വികസനത്തിൽ ഒന്നാമതായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ റോഡ് നവീകരണങ്ങളാണ്. പ്രത്യേകിച്ച് റോഡിൻ്റെ വികസനം. സ്വാഭാവികമായി 7 വർഷം മുൻപ് ധർമ്മടം മണ്ഡലത്തിൽ ഒരു എയർപോർട്ട് റോഡുമായി ബന്ധപ്പെട്ട ഒരു അക്വിസിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് ഈ 7 വർഷങ്ങൾക്ക് ഇപ്പുറവും ആ അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡ് ഒരു രീതിയിലും ഒരു ഇഞ്ച് പോലും അത് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ വീതി കൂട്ടാനോ സാധിക്കാത്തൊരു സാഹചര്യം. ഇന്ന് മറ്റൊരു പ്രധാന റോഡ് എന്ന് പറയുന്നത് കൂത്തുപറമ്പ് കണ്ണൂർ റോഡാണ്. അവിടെ കൃത്യമായി 2 സൈഡിലും കമ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് പുഷ്പങ്ങളും മറ്റ് ചെടികളും ഒക്കെ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് അതൊരിക്കലും ഈ സൗന്ദര്യവൽക്കരിക്കലല്ല, മറിച്ച് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു ഗതാഗത സംവിധാനം. എല്ലാവരും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചെറിയ റോഡുകളിൽ യാത്ര ചെയ്ത് മടുത്ത് മുന്നോട്ട് ഇന്ന് ഞാൻ അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിലൊരു വാഹനം പെട്ടെന്ന് ഒരു വാഹനം എനിക്ക് പ്രത്യേകിച്ച് ഒരു വേഗതയിൽ പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും മുന്നോട്ടേക്ക് പോകാൻ അത് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ആ റോഡുകളിൽ അനുഭവപ്പെടുന്നത്. ഈ വികസനം, റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് 2 സൈഡിലും 2 കുറ്റികൾ അല്ലെങ്കിൽ 2 കമ്പികൾ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഒരു ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റോഡ് വികസനം ഞാൻ വിശ്വസിക്കുന്നില്ല. തികച്ചും ജനങ്ങളും അത് തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് വരും. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് പുതിയ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കോഴ്സുകൾ ഈ മണ്ഡലത്തിലേക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ അധികാരമുണ്ട്. ഈ മണ്ഡലത്തെ കൃത്യമായി ചരിത്ര പ്രസിദ്ധമായ ബ്രണ്ണൻ കോളേജ് ഉൾപ്പെടെയുള്ള ഒരു പ്രദേശമാണ് ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇന്നും ഈ IHRD കോളേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന, അതായത് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്രത്തോളം വികസന മുരടിപ്പാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഈ മണ്ഡലത്തിലുള്ളത്. അതുപോലെ ഈ പ്രദേശം, ഈ ധർമ്മടം തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം മുൻപ് ബഹുമാന്യനായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നിർമ്മിച്ച് അത് മനോഹരമായി കൊണ്ടുപോയ ഒരു പ്രദേശമായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ പ്രദേശത്ത് ഒരു രീതിയിലുള്ളൊരു വികസനം വന്നില്ല. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഡ്രൈവിംഗ് ബീച്ചായ ധർമ്മടത്ത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനകത്ത് ഇത്രയേറെ ടൂറിസം സാധ്യതകളുള്ള ഒരു മേഖലയിൽ എന്ത് രീതിയിലുള്ള വികസനമാണ് ഈ 10 വർഷക്കാലം നടന്നിട്ടുള്ളത്? അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ വോട്ട് ചോദിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. അത് ജനങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം CPM പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞു, നിങ്ങളെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ ഒരു പരാതി നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ ഉന്നയിച്ചിരുന്നു. അതിനും കൂടി ഒരു മറുപടി. അത് തികച്ചും, കാരണം പിണറായി വിജയൻ്റെ ഒരു മണ്ഡലമാണ്. അമിത ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി, ഒരു കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കടന്നു വരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ തളിപ്പറമ്പ് മത്സരിച്ച സമയത്ത് ഇതേ ഒരു കോൺഫിഡൻസ് ഗോവിന്ദൻ മാഷിനുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഈ പറഞ്ഞ ആ കോൺഫിഡൻസ് തകർന്ന് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പകുതിയിലധികം കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഭീതി, പ്രത്യേകിച്ച് 140 മണ്ഡലങ്ങളുടെ ജനങ്ങളുടെ ഒരു പ്രാർത്ഥന, ജനങ്ങളുടെ ഒരു വികാരം ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന ഭയം, അത് പ്രത്യേകിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥി കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കൂടി ആയപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭയം അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ. ഞങ്ങൾ ഒരിക്കലും ആക്രമത്തെ ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളുകളല്ല. തികച്ചും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനവുമായി നമ്മുടെ പ്രകടനവുമായി മുന്നോട്ടേക്ക് പോകും. ഈ മണ്ഡലത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ UDFന് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്.